ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെയും ഏജൻസികളുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് UN. പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ് ഫലസ്തീനികളെ കുടിയിറക്കാനും കൂട്ടക്കൊല ചെയ്യാനും ഇസ്രായേലിനെ സഹായിക്കുന്ന കോർപ്പറേറ്റുകളെക്കുറിച്ചുള്ള ഒരു പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച ജനീവയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ 48 കോർപ്പറേറ്റ് ഭീമന്മാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായി നോക്കാം. അമേരിക്കൻ ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ്, ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റ്, ആമസോൺ എന്നിവയുൾപ്പെടെ 48 കോർപ്പറേറ്റുകളാണ് വംശഹത്യാ പങ്കാളികളായി UN റിപ്പോർട്ടിലുള്ളത്. 1000-ലധികം കോർപ്പറേറ്റുകളുടെ ഒരു ഡേറ്റാബേസും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഗസയിലെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങളും വേണ്ട സഹായങ്ങളും ഇസ്രായേലിന് എത്തിച്ചു കൊടുത്തത് വഴി സാമ്പത്തിക ലാഭമുണ്ടാക്കുകയാണ് ഇവർ. മൈക്രോസോഫ്റ്റ് അടക്കം ഈ ആരോപണങ്ങൾ നിരന്തരം അവഗണിക്കുകയായിരുന്നു. എന്നാൽ UN റിപ്പോർട്ട് പുറത്തുവന്നതോടെ വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ് ഈ കോർപ്പറേറ്റുകൾ. ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നിരന്തര അധിനിവേശം ആയുധ നിർമ്മാതാക്കൾക്കും ടെക് കമ്പനികൾക്കും ഒരു പരീക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സാമ്പത്തികമായും അല്ലാതെയും വൻ ലാഭമാണ് ഇതുവഴി കമ്പനികൾ നേടുന്നതെന്നും UN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ വംശഹത്യ തുടരുന്നത് ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കമ്പനികളെ സൈനിക സാങ്കേതിക മേഖലകളായി തരംതിരിച്ചാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക്ക്ഹീഡ് മാർട്ടിൻ, ലിയനാർഡോ തുടങ്ങിയ ആയുധ കമ്പനികളുടെ ആയുധങ്ങൾ ഗസയിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ആരോപിക്കുന്നു. ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനങ്ങളുടെ സംഭരണം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ സംഭരണ പദ്ധതിയുടെ ഭാഗമാണ്. 8 രാജ്യങ്ങളിലായി 1600 കമ്പനികളെയാണ് ഇതിനായി ഇസ്രായേൽ ആശ്രയിക്കുന്നത്. സൈനിക മേഖലയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്നത് ഇറ്റാലിയൻ നിർമ്മാതാവായ ലിയനാർഡോ SPA ആണ്. ജപ്പാനിലെ FAN-UC കോർപ്പറേഷൻ ആയുധ ഉൽപാദനത്തിനായി റോബോട്ടിക് യന്ത്രങ്ങൾ നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന് ക്ലൗഡ് AI സാങ്കേതികവിദ്യകൾ നൽകുന്നത് മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ എന്നിവരാണ്. ഫലസ്തീനികളുടെ ബയോമെട്രിക് ഡേറ്റ ശേഖരണത്തിനും നിരീക്ഷണത്തിനുമായി ഇസ്രായേൽ ഈ സേവനങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. US കമ്പനിയായ IBM ഇസ്രായേലിന്റെ ജനസംഖ്യ, ഇമിഗ്രേഷൻ, ബോർഡർ അതോറിറ്റിയുടെ ഡേറ്റാബേസ് എന്നിവ കൈകാര്യം ചെയ്യുകയും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. 2023 ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം US സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമായ പലന്തർ ടെക്നോളജീസ് ഇസ്രായേൽ സൈന്യത്തിന് നൽകുന്ന പിന്തുണ വർദ്ധിപ്പിച്ചതായും UN കണ്ടെത്തിയിട്ടുണ്ട്. ലാവൻഡർ, ഗോസ്പെൽ, വേഴ്സ് ഡാഡി തുടങ്ങി AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുദ്ധക്കളത്തിൽ ആളുകളെ ഓട്ടോമാറ്റിക്കായി ടാർഗറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് പലന്തർ ഇസ്രായേലിന് നൽകി വരുന്നത്. കാറ്റർപില്ലർ, ലിയനാർഡോയുടെ ഉടമസ്ഥതയിലുള്ള റാഡ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്, ദക്ഷിണ കൊറിയയുടെ HD ഹ്യുണ്ടായി, സ്വീഡന്റെ വോൾവോ ഗ്രൂപ്പ് എന്നിവയും പട്ടികയിലുണ്ട്. വെസ്റ്റ് ബാങ്കിലെ വീടുകൾ പൊളിച്ചു മാറ്റുന്നതിനും ഇസ്രായേലിന്റെ അനധികൃത കുടിയേറ്റങ്ങൾ വികസിപ്പിക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഈ കമ്പനികളാണ് നൽകി വരുന്നത്. ചൈനയുടെ ബ്രൈറ്റ് ഡയറി ആൻഡ് ഫുഡ്, മെക്സിക്കോയുടെ ഓർബിയ അഡ്വാൻസ് കോർപ്പറേഷൻ എന്നിവ ഫലസ്തീൻ ഭൂമി കവർന്നെടുക്കുന്നതിന് പിന്തുണ നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗസയ്ക്കെതിരായ യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിൽ ട്രഷറി ബോണ്ടുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഫ്രാൻസിലെ BNP പാരിബ, UKയിലെ ബാർക്ലേസ് എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ചിലത് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റ് കുറയാതിരിക്കാൻ സഹായിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ നിന്ന് കോർപ്പറേറ്റുകൾ കൊയ്യുന്നത് വൻ ലാഭമാണ്. 2023 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഇസ്രായേലിന്റെ സൈനിക ചെലവ് 65% വർദ്ധിച്ച് $46.5 ബില്യൺ ഉയർന്നു. ആയുധ, ടെക്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലെ കമ്പനികളുടെ ലാഭവും ഇതിനോടൊപ്പം വർദ്ധിച്ചു. അന്താരാഷ്ട്ര നിയമപ്രകാരം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളികളാകുന്ന കോർപ്പറേറ്റുകൾക്കും വംശഹത്യയിൽ ഉത്തരവാദിത്തമുണ്ട്. സ്റ്റേറ്റുകൾ ഈ ലംഘനങ്ങൾ തടയണമെന്നും അല്ലാത്തപക്ഷം കോർപ്പറേറ്റുകൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാത്തത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഈ കമ്പനികൾക്ക് അന്താരാഷ്ട്ര കോടതികളിൽ വിചാരണ നേരിടേണ്ടി വന്നേക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഫലസ്തീൻ പ്രദേശത്തെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും കമ്പനികൾ പിന്മാറണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. 2023 ജൂണിൽ അപ്ഡേറ്റ് ചെയ്ത UN ഡേറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പുതിയ കമ്പനികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗസ യുദ്ധത്തിൽ ഇവർക്കുള്ള പങ്ക് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ റിപ്പോർട്ട് വ്യാഴാഴ്ച 47 അംഗങ്ങളുള്ള UN മനുഷ്യാവകാശ കൗൺസിലിൽ അവതരിപ്പിക്കും.